ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജീസ് ഡിലൈറ്റ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്യപ്പമാണ്. ഇതിനെ തൃശ്ശൂർക്കാര് വെളിച്ചെണ്ണപ്പം എന്നാണ് വിളിക്കുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു കടായി ചൂടാക്കുക. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇത് അറൌണ്ട് 1/4 കപ്പ് തേങ്ങാക്കൊത്താണ്. ഇത് ഓപ്ഷണൽ ആണ്. ഇത് തേങ്ങ ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. കുട്ടികൾക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുന്നേക്കാളും ഇഷ്ടം തേങ്ങ ചെറുകിയിട്ട് വറുത്തെടുക്കുന്നതാണ്. എൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയിൽ ഞാൻ അങ്ങനെയാണ് ചേർത്തേക്കണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ മുകളിൽ ഷെയർ ചെയ്യാം. ഇതൊരു ഗോൾഡൻ കളർ ആവണ വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് ഏകദേശം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇത് ഒരുപാട് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാണ് അതിൻ്റെ കളറ്. അപ്പോൾ ഈ കളർ ആവുമ്പോൾ തേങ്ങാക്കൊത്ത് നെയ്യിൽ നിന്ന് മാറ്റി വയ്ക്കുക. അടുത്തത് നമുക്കൊരു പാത്രത്തിൽ ശർക്കര മെൽറ്റാക്കാൻ വെക്കാം. ഇതിൽ 1 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് മെൽറ്റ് ചെയ്യുന്നത്. ഇത് 3 കട്ട ശർക്കരയാണ്. അറൌണ്ട് 150 ഗ്രാംസ് ഉണ്ട്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ 200 ഗ്രാംസ് ഒക്കെ ചേർക്കാം. ഇതിന് ഡാർക്കായിട്ടുള്ള പനച്ചക്കര കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. അപ്പം നമ്മുടെ നെയ്യപ്പത്തിന് കുറച്ചും കൂടി കളറൊക്കെ ഉണ്ടാവും. എനിക്കും വെള്ള ശർക്കര തന്നെയാണ് കിട്ടിയത്. എന്നാലും നമ്മുടെ നെയ്യപ്പം അടിപൊളിയാവും. ഇപ്പോൾ ശർക്കരയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തത് ഒരു ബൗളിൽ 1 കപ്പ് വറുത്ത അരിപ്പൊടി ചേർക്കുക. ഇത് വീട്ടിൽ തന്നെ പൊടിച്ച് വറുത്ത അരിപ്പൊടിയാണ്. ഇത് തരിയോട് കൂടിയിട്ടുള്ളതാണ്, അരിച്ചിട്ടൊന്നുമില്ല. അടുത്തത് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് റവ ചേർക്കാം. റവ വറുത്തതായാലും വറുക്കാത്തതായാലും ചേർക്കാം. അടുത്തത് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എൻ്റെ ചാനൽ സാജീസ് ഡിലൈറ്റ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തത് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ശർക്കരപ്പാനി ചെറിയ ചൂടോട് കൂടിയിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൺസിസ്റ്റൻസി ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി പോലെ ഇരിക്കും. അപ്പോൾ ശർക്കരപ്പാനി തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചൂടോടുള്ള വെള്ളം ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ മിക്സ് ആയിട്ടുണ്ട്, എന്നാലും തിക്കാണ്. അപ്പോൾ നമുക്ക് ബാക്കി ആവശ്യമുള്ള ചേരുവകളൊക്കെ ചേർത്തതിന് ശേഷം ചെറിയ ചൂടോടുള്ള വെള്ളം ചേർത്ത് ലൂസാക്കാം. അതിനുവേണ്ടി 4 ഏലക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് പഞ്ചസാരയുടെ കൂടെ പൊടിച്ച് ചേർക്കുക. 1 ടീസ്പൂൺ കറുത്ത എള്ള് ചേർക്കുക. നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത് ചേർക്കുക. പിന്നെ ഇതിൻ്റെ പേര് നെയ്യപ്പമായ കാരണം അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 or 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന നെയ്യപ്പമായ കാരണം ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർക്കുക. അറൌണ്ട് 1/8 ടീസ്പൂൺ. അതിനുശേഷം കുറച്ചും കൂടി ചൂടുവെള്ളം ചേർത്ത് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ലൂസ് ആക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നെയ്യപ്പത്തിൻ്റെ ബാറ്റർ റെഡിയാക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഒരു ചെറിയ കുഴിയിലെ കടായി എടുക്കുക. തേങ്ങാക്കൊത്ത് വറുത്ത് ബാക്കിയുള്ള നെയ്യാണിത്. അതിലേക്ക് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് വറുത്തെടുക്കാം. എണ്ണ നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം മീഡിയമിലേക്ക് ആക്കുക. എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ ഓയിലാക്കി കൊടുത്താൽ നെയ്യപ്പം നന്നായി പൊന്തി കിട്ടും. അങ്ങനെ ഒരു സൈഡായി വരുമ്പോൾ നമുക്ക് മറിച്ചിടാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ലോ ടു മീഡിയം വെച്ചോളോ. ഹൈ ഫ്ലെയിമിൽ വറുത്തെടുത്താൽ അതിൻ്റെ ഉള്ളിൽ വേവില്ല. അപ്പോൾ ഇത് കുറച്ച് ക്ഷമയോട് കൂടി 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു കളർ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അതിനുശേഷം ടിഷ്യൂ പേപ്പറിൽ എണ്ണ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെ ഉണ്ടാക്കുന്ന നേരത്ത് ഓരോ പ്രാവശ്യം ബാറ്റർ തവിയിലെടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് ബാറ്റർ നന്നായി മിക്സ് ചെയ്തോളോ. ഇല്ലെങ്കിൽ ബാറ്ററിലുള്ള തരികളും അതേപോലെ തേങ്ങാക്കൊത്തൊക്കെ ബാറ്ററിൻ്റെ അടിയിൽ പോയി കിടക്കും. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോഴേക്കും നെയ്യപ്പം കറക്റ്റായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടില്ല. അങ്ങനെ നമ്മുടെ എല്ലാ നെയ്യപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. എനിക്ക് അറൌണ്ട് 12 നെയ്യപ്പം കിട്ടി. പക്ഷെ ഞാൻ ലാസ്റ്റ് ആകുമ്പോഴേക്കും എണ്ണ കുറഞ്ഞു തുടങ്ങിയപ്പോൾ നെയ്യപ്പത്തിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കി.
ഇല്ലെങ്കിലും ഒരു 10 എണ്ണം എന്തായാലും കിട്ടും. ഇത് വൈകിട്ട് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. ഇതാ നോക്ക്, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മിഡിലൊക്കെ നല്ല സോഫ്റ്റാണ്, അതേപോലെ സൈഡ്സൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് ഉണ്ണിയപ്പത്തിൻ്റെ പോലെ പഴമൊന്നും ചേർക്കില്ല, അത് കാരണം ഇത് കുറച്ച് ദിവസം ഇരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻ്റ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.